യുവനടനും മുൻ ബിഗ് ബോസ് താരവുമായ ഗബ്രി ജോസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അപകടത്തെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമാണ് താരം. ഒരിടവേളയ്ക്ക് ശേഷം അപകടത്തെക്കുറിച്ചും പുതിയ വിശേഷങ്ങളും യൂട്യൂബ് ചാനൽ വീഡിയോയിലൂടെ ഗബ്രി പങ്കിട്ടത് ശ്രദ്ധ നേടിയിരുന്നു. അപകടത്തിന് ശേഷം താൻ പുതിയൊരു മനുഷ്യനായി മാറിയെന്ന് ഗബ്രി പറയുന്നു. "ഞാൻ സുഖം പ്രാപിച്ചു വരുന്നു. കുറേ നാളായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് ഭ്രാന്ത് പിടിച്ചു. ജനുവരി 26-നാണ് എനിക്ക് അപകടം സംഭവിച്ചത്. സംഭവബഹുലമായ 30 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതും അതിനുശേഷമുള്ള ആശുപത്രിവാസത്തെക്കുറിച്ചും അനുഭവിച്ച വേദനകളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും 2 കൈയും പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടില്ല. 12 മണിക്ക് എഴുന്നേൽക്കും, ഫുഡ് കഴിക്കും, ശേഷം 4 സിനിമകളെങ്കിലും കാണും. പിന്നെ രാത്രി 12 മണിയോടെ ഉറങ്ങും. ഇതാണ് എൻ്റെ കുറച്ചു നാളുകളായുള്ള ഡെയിലി റുട്ടീൻ. ഹെൽത്തി ഫുഡ് കഴിച്ചും വർക്കൗട്ട് ചെയ്തും സെറ്റായി വരികയായിരുന്നു ഞാൻ. അതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മുടി മുറിച്ചത് അതിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ്. ആശുപത്രിയിൽ വെച്ചാണ് മുറിച്ചത്. ടേക്ക് കെയർ ചെയ്യാൻ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. പഴയ ഗബ്രിയെ ഇനി നിങ്ങൾ കാണാനാവില്ല. കാരണം പഴയ ഗബ്രിയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും പുതിയ ഗബ്രിയിൽ ഉണ്ടാവില്ല. കാഴ്ചപ്പാടും ചിന്തകളും മാറി. അപകടം പറ്റുന്നതിന് മുമ്പുള്ള എൻ്റെ പേഴ്സണാലിറ്റി ഇപ്പോഴുള്ള പേഴ്സണാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മുമ്പ് ഞാൻ അഹങ്കാരിയായിരുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ദൈവത്തോട് അടുത്തു, പ്രാർത്ഥനകൾ കൂടി. എനിക്കുള്ള സൗഭാഗ്യങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങി. അപകടം സംഭവിച്ച ആദ്യ നാളുകളിൽ സംസാരിക്കാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. അത്രത്തോളം വേദനയായിരുന്നു. എനിക്ക് ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞതും ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ആ സമയത്ത് എനിക്ക് ബോധമുണ്ടായിരുന്നില്ലെന്നും ഗബ്രി പറയുന്നു. അപകടം പറ്റി ചികിത്സയിലായിരിക്കുന്ന സമയത്തായിരുന്നു ഗബ്രിയുടെ പിറന്നാൾ. ഇത്തവണയും ഒരു കുറവും വരാതെ ജാസ്മിൻ അത് ആഘോഷമാക്കി. തനിക്ക് ഒരു വാച്ചും പെർഫ്യൂമും ഒക്കെ ജാസ്മിൻ സമ്മാനിച്ചതായും ഗബ്രി പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇപ്പോഴും ഇരുവർക്കും ഇടയിലുള്ള വഴക്ക് ഭംഗിയായി നടക്കാറുണ്ടെന്നും ഗബ്രി പറയുന്നു. ജാസ്മിനുമായി ഇപ്പോൾ എനിക്കൊരു പ്രശ്നങ്ങളുമില്ല. പഴയ വ്ലോഗുകൾ ഡിലീറ്റ് ചെയ്തത് ഇമ്മച്യൂരിറ്റി കാരണമാണ്. ശേഷം എല്ലാ വീഡിയോയും പബ്ലിക് ആക്കിയപ്പോൾ പ്രൈവറ്റായി വെച്ചിരുന്ന വീഡിയോകളും അതിനോടൊപ്പം പബ്ലിക്കാക്കിപ്പോയി. അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ജാസ്മിനുമായുള്ള പ്രശ്നം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് സഹജമായ വഴക്കാണ്. ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും. ജാസ്മിൻ്റേത് എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ്. ഒരു മനുഷ്യനെ ചൊറിയുന്നതിനും ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനും ഒരു പരിധിയില്ലേ. അവൾ ചൊറിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി പാവമാണ് എന്നും ഗബ്രി പറയുന്നു. കൊല്ലം സ്വദേശിയായ ജാസ്മിൻ വർക്കിനും മറ്റുമായി കൊച്ചിയിൽ ഫ്ലാറ്റെടുത്ത് താമസമാണ്.